നവംബർ 5-ന് US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെയും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസിനെയും രൂക്ഷമായി വിമർശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏഷ്യ സന്ദർശനത്തിന് ശേഷമുള്ള മടക്കയാത്രയിൽ വിമാനത്തിൽ വച്ചായിരുന്നു മാർപ്പാപ്പയുടെ പ്രതികരണം. കുടിയേറ്റ തൊഴിലാളികൾക്കെതിരായ നയം സ്വീകരിച്ചതിനായിരുന്നു ട്രംപിനെതിരായ വിമർശനം. അതേസമയം ഗർഭഛിദ്രത്തെ അനുകൂലിക്കുന്ന കമല ഹാരിസിന്റെ നിലപാടാണ് മാർപ്പാപ്പയെ ചൊടിപ്പിച്ചത്. കുടിയേറ്റക്കാരെ ഉപേക്ഷിക്കുന്നവനും കുഞ്ഞുങ്ങളെ കൊല്ലുന്നവനും ജീവനെതിരാണെന്ന് മാർപ്പാപ്പ തുറന്നടിച്ചു. ഇരുവരുടെയും പേര് പരാമർശിക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. വോട്ടർമാർ എന്ത് നിലപാടെടുക്കണമെന്ന ചോദ്യത്തിന് കുറഞ്ഞ തിന്മയെ സ്വീകരിക്കാനായിരുന്നു മറുപടി. സ്ഥാനാർത്ഥികൾ രണ്ടുപേരും മനുഷ്യജീവനെതിരെ നിൽക്കുന്നവരാണ്. കുടിയേറ്റത്തെ എതിർക്കുന്നതും ഭ്രൂണഹത്യ പ്രോത്സാഹിപ്പിക്കുന്നതും തിന്മയാണെന്നും ഡൊണാൾഡ് ട്രംപിന്റെയും കമല ഹാരിസിന്റെയും പേരെടുത്തു പറയാതെ മാർപ്പാപ്പ വിമർശിച്ചു. ജനങ്ങൾ മനസാക്ഷിപൂർവ്വം ചിന്തിച്ച് വോട്ട് രേഖപ്പെടുത്താനും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. കുടിയേറ്റ തൊഴിലാളികളുടെ അന്തസ്സ് കാക്കണമെന്നും അവർക്ക് ന്യായമായ വേതനം ഉറപ്പാക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കുടിയേറ്റ തൊഴിലാളികൾ സമൂഹത്തിന് കാര്യമായ സംഭാവന ചെയ്യുന്നുണ്ടെന്നും പാപ്പ ഓർമ്മപ്പെടുത്തിയിരുന്നു.